ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച വിവാദം പുകയുകയാണ് കേരളത്തിൽ. ടെസ്റ്റിന്റെ എണ്ണം 30 എന്നത് 40 ഉയർത്തി. റോഡ് ടെസ്റ്റ് നടത്തിയ ശേഷം മതി ഗ്രൗണ്ടിലെ ടെസ്റ്റുകൾ എന്നതും പുതിയ സർക്കുലറിൽ ഉൾപ്പെടുത്തി. ടെസ്റ്റ് വാഹനത്തിൽ രണ്ടാമത്തെ ക്ലച്ചും ബ്രേക്കും പാടില്ലെന്ന നിർദ്ദേശം നടപ്പാക്കുന്നത് 3 മാസത്തേക്ക് നീട്ടി. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം 6 മാസം നീട്ടി. കമ്പികുത്തി അതിനു മുകളിൽ റിബൺ കെട്ടിയുമൊക്കെയാണ് നിലവിൽ പൂർത്തീകരിച്ചിരുന്നത്. ഇതിനുശേഷം റോഡ് ടെസ്റ്റിലും വിജയിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും. എന്നാൽ ഈ രീതിയെല്ലാം അടിമുടി മാറ്റിയുള്ള പരിഷ്കരണങ്ങളാണ് ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചത്. നിലവിലെ രീതിയിൽ തന്നെ എടുക്കാമെങ്കിലും പാർക്കിംഗ് അടക്കമുള്ളവയ്ക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ ആവശ്യമാണ്. ഇത്തരത്തിൽ ടെസ്റ്റ് ഗ്രൗണ്ട് തയ്യാറാക്കാൻ 5 ലക്ഷം രൂപ വരെ ചെലവാകുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും ക്വാളിറ്റി ഉറപ്പുവരുത്തുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. വാഹനം റോഡിലിറക്കി ഓടിച്ചു പോവുക എന്നല്ലാതെ വൃത്തിയായി ഒന്ന് പാർക്ക് ചെയ്യാനോ റോഡിലുള്ള മറ്റു ഡ്രൈവർമാരെ കൂടി പരിഗണിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കാനോ അറിയാത്ത നിരവധി പേരുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ദുബായ് മോഡൽ പരിഷ്കരണമാണ് താൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. എന്നാൽ ആദ്യം ദുബായ് മോഡലിലുള്ള റോഡ് കൊണ്ടുവാ, എന്നിട്ടാവാം ബാക്കി പരിഷ്കരണങ്ങൾ എന്ന നിലപാടിലാണ് ജനങ്ങൾ. 10 ലക്ഷം പേർ ഡ്രൈവിംഗ് ലൈസൻസിനും ടെസ്റ്റിനുമായി കാത്തു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം മാറിയത് എങ്ങനെ? ഇന്ത്യയിൽ 78% റോഡ് അപകടങ്ങൾക്കും കാരണം ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ 2021 ജൂൺ 7 മോട്ടോർ വാഹന ചട്ടം ഭേദഗതി ചെയ്തിരുന്നു. തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് രാജ്യത്ത് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്വതന്ത്ര സ്ഥാപനം രൂപീകരിക്കുന്നതിനായി വിജ്ഞാപനം ചെയ്തു. മറ്റ് മിക്ക സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം അനുസരിച്ച് പുതിയ രീതിയിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇതിനകം മാറ്റുകയും ചെയ്തിരുന്നു. അതേസമയം പുതിയ രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടി കേരളത്തെ കേന്ദ്ര സർക്കാർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മന്ത്രിക്കെതിരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടും ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് മന്ത്രി ഗണേഷ് കുമാർ. ഇന്നു മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനായിരുന്നു തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റിന് തീയതി ലഭിച്ച് അപേക്ഷകർ സ്വന്തം വാഹനവുമായി ഇന്നു മുതൽ എത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. KSRTCയുടെ സ്ഥലങ്ങളും ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 40 പേരെ മാത്രം പങ്കെടുപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം. ആദ്യം റോഡ് ടെസ്റ്റ്, പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതിയിലാണ് പിന്തുടരേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം തുടരുന്നതിനിടെ ഇന്ന് കൊല്ലം ചടയമംഗലത്ത് 16 പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി. അതിൽ 6 പേര് പാസ്സായി. ഇന്ന് ടെസ്റ്റുകൾ നടക്കേണ്ടിയിരുന്ന സംസ്ഥാനത്തിലെ പല ഗ്രൗണ്ടുകളിലും വിവിധ തരത്തിലുള്ള പ്രതിഷേധ രീതിയാണ് സമരക്കാർ സംഘടിപ്പിച്ചത്. സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തണമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. എന്നാൽ പലയിടത്തും അപേക്ഷകർ എത്താഞ്ഞതിനാൽ പല ഉദ്യോഗസ്ഥരും തിരികെ മടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിന് മുൻപിൽ സമരക്കാർ റോഡിൽ കിടന്നാണ് പ്രതിഷേധിച്ചത്. തൃശൂർ അത്താണിയിൽ പ്രവർത്തകർ കുഴിമാടം നിർമ്മിച്ച് സമരം ചെയ്തു. എന്നാൽ കൊച്ചിയിലും കോഴിക്കോടും ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല. താമരശ്ശേരിയിലെ സ്വകാര്യ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സമരക്കാർ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സമരമുറകളാണ് പ്രതിഷേധക്കാർ ഇന്ന് സംസ്ഥാനത്തുടനീളം നടത്തിയത്. പണിമുടക്ക് തുടരാൻ തന്നെയാണ് CIT ഒഴികെയുള്ള മിക്ക സംഘടനകളുടെയും തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പോലീസ് സംരക്ഷണയിൽ നടത്തുമെന്ന് ഗണേഷ് കുമാർ അറിയിച്ചത്. സ്ലോട്ട് ലഭിച്ച അപേക്ഷകർ ടെസ്റ്റിന് ഹാജരാകണം. ബോധപൂർവം മാറി നിന്നാൽ അടുത്ത ടെസ്റ്റിന് അവസരം കിട്ടാൻ കാലതാമസം ഉണ്ടായേക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ടെസ്റ്റിനുള്ള വാഹനം ലഭ്യമാക്കാത്ത സ്ഥലങ്ങളിൽ വാടകയ്ക്കെടുത്ത് ടെസ്റ്റ് നടത്തണം. ടെസ്റ്റ് തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല. ബാഹ്യശക്തികളുമായി ചേർന്ന് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ടെസ്റ്റിന് എത്തുന്നവരെ മടക്കി അയക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ പക്ഷത്തു നിന്നും അനുയോജ്യമായ ഒരു തീരുമാനം വരണം. അതുവരെ സമരം തുടരുക തന്നെ ചെയ്യുമെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമരക്കാർ നിലത്ത് കിടന്നുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. എന്നിരുന്നാൽ പോലും ഡ്രൈവിംഗ് സ്കൂളുകളുടെയും യൂണിയനുകളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന നിലപാടാണ് മന്ത്രി KB ഗണേഷ് കുമാർ
സ്വീകരിച്ചത്. അതേസമയം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കൽ, ഫിറ്റ്നസ് പരിശോധന തുടങ്ങിയ നടപടികൾ നടക്കുന്നുണ്ട്. വയനാട് ജില്ലയിൽ 1 മാസത്തേക്ക് ടെസ്റ്റ് ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ RTO അറിയിച്ചിരുന്നു. അതിനിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച സർക്കുലറിലെ മിക്ക നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ 3 മാസത്തിൽ ഏറെ ഇളവ് നൽകിയിട്ടും ആശയക്കുഴപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരിൽ ചിലർ ഇന്നലെയും നിസ്സഹകരിച്ചു. ഡ്രൈവിംഗ് പരിഷ്കാരവുമായി മുന്നോട്ടു പോകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അപ്രകാരം മുന്നോട്ടു പോകും. ഒരു മാനദണ്ഡവുമില്ലാതെ യഥേഷ്ടം ലൈസൻസ് നൽകി നിരത്തുകളെ ചോരക്കളമാക്കാൻ സർക്കാർ കൂട്ടുനിൽക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് KB ഗണേഷ് കുമാർ. തുടരെ ഉണ്ടാവുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഇത്തരം പരിഷ്കരണങ്ങൾ നല്ലത് തന്നെയാണ്. എങ്ങനെയും എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കുക, വണ്ടിയിൽ സ്വതന്ത്രമായി കറങ്ങുക എന്നതാണ് സ്കൂളുകളിൽ നിന്നും +2 കഴിഞ്ഞിറങ്ങുന്ന ഭൂരിഭാഗം പേരുടെയും ലക്ഷ്യം. ഇങ്ങനെ ലൈസൻസുമായി ഇറങ്ങുന്നവർ മറ്റുള്ളവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദിനംപ്രതി 500-ൽ പരം ലൈസൻസ് അടിച്ചു നൽകി ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാമെന്ന് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന് ഒരു ഉദ്ദേശമില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി. റോഡ് അപകടത്തിൽ ഇത്ര പേർ മരണപ്പെട്ടു, അപകടമുണ്ടാക്കിയ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു തുടങ്ങിയ ഒട്ടനവധി വാർത്തകൾ വരാറുള്ളതാണ്. റോഡിൽ നമുക്ക് മാത്രമാണ് വേഗം എത്തേണ്ടത് എന്നുള്ള ചിന്താഗതിയും കൃത്യമായ ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഇല്ലാത്തതുമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. അതിനാൽ തന്നെ ലൈസൻസ് എടുക്കുന്നതിന് മുൻപ് തന്നെ ചില കാര്യങ്ങളിൽ കർശനമായ അവബോധം സൃഷ്ടിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് വൃത്തിയായി വാഹനം ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം പരിഷ്കരണങ്ങൾ ജനങ്ങൾക്ക് ഫലവത്താണ്. പുത്തൻ സംവിധാനങ്ങൾ എത്തുന്നതോടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച് പുറത്തിറങ്ങുന്നവർക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.